ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതും മാവൊന്നും അരയ്ക്കാതെ തന്നെ പെട്ടെന്ന് ഒരു 30 മിനിറ്റിനുള്ളിൽ റെഡിയാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. 1 കപ്പ് റവ മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1 കപ്പ് റവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. കൂടുതൽ നേരം ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് തൈര് വേണം. നല്ല കട്ടി തൈര് തന്നെയാണ് വേണ്ടത്. നമുക്ക് ലൂസായിട്ടുള്ള തൈരാകുമ്പം കറക്റ്റ് ആയിരിക്കില്ല ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തൈര് എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഉടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ റവ ഇതിലോട്ട് കൊട്ടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇതൊരു 30 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മൾക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ദേ ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കണ്ടോ, ഇപ്പം തൈരൊക്കെ ഒന്നുകൂടെ കുറുകിയിട്ട് നല്ല കട്ടിയായിട്ടുണ്ട് ഈ ഒരു റവ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ റവ. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ 1/2 കപ്പോളമാണ് വെള്ളം ഇപ്പം ഞാൻ ഒഴിക്കുന്നത്. പക്ഷേ ഇച്ചിരി ആയിട്ട് ഒഴിക്കണം. ഒരുപാട് ഒഴിച്ച് ലൂസ് ആക്കരുത്. സാധാരണ ഇഡ്ഡലി ബാറ്റർ പോലെ ആവരുത്. റവ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ വേണം നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഇങ്ങനെ നമ്മൾ ഒഴിച്ച് നോക്കുമ്പം ഇങ്ങനെ സ്ലോ ആയിട്ട് പതുക്കെ വീഴാൻ പറ്റുള്ളൂ. അത്രയും കട്ടിയായിട്ടിരിക്കണം. ഇനി ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ. ബേക്കിംഗ് പൗഡറാണ് ചേർക്കണമെങ്കിൽ ഒരു 2 ടീസ്പൂണോളം ചേർക്കേണ്ടി വരും. ഇപ്പം ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് 1 ടീസ്പൂൺ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കണേ. അതൊന്നിങ്ങനെ ഫ്ലഫി ആയിട്ട് വരുന്ന പോലെ തോന്നും നമുക്ക് മാവ്. അതുവരെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഉടനെ തന്നെ ഉണ്ടാക്കണം. സോഡ ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ മിനി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലോട്ട് ബട്ടർ തടവിയിട്ടുണ്ട്. ബട്ടർ എന്തിനാ തടവാന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പം അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് ഇനി ആവി വയ്ക്കാം. ഇതൊരു 7 മിനിറ്റിനുള്ളിൽ റെഡിയാവും. നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ വെക്കണം. ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ എനിക്കൊരു 7 മിനിറ്റ് ആയിട്ടുള്ളൂ. മിനി ഇഡ്ഡലി ആയതുകൊണ്ടായിരിക്കും കുറച്ച് കൂടുതൽ നേരം, ഇല്ലെങ്കിൽ കുറച്ച് കുറവ് നേരം വന്നത്. അല്ലെങ്കിൽ സാധാരണ ഇഡ്ഡലി ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കുമായിരിക്കും. അപ്പോൾ അതേ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇഡ്ഡലിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ബട്ടറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് സാമ്പാറിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ നല്ലൊരു മുളക് ചമ്മന്തിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാം, പൊടിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിപ്പം ടൈം ഒന്നുമില്ല, ഇഡ്ഡലിയുടെ മാവൊന്നും അരച്ചിട്ടില്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഉടനെ തന്നെ ഉണ്ടാക്കണം. ലേറ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ തൈര് എടുക്കുമ്പം നല്ല പുളിപ്പുള്ള തൈരായിരിക്കണം. ഒരുപാട് പുളിപ്പ് പറ്റില്ല. അതേപോലെ തന്നെ നല്ല കട്ടിയും ആയിരിക്കണം. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.